സൈന്യത്തിന് കരുത്തു പകരുമോ? 1914 ഓഗസ്റ്റ് മാസം. യൂറോപ്പ് ഭൂഖണ്ഡം ഒരു ഭീകരമായ അഗ്നിപർവ്വതത്തിന് മുകളിലായിരുന്നു. ചരിത്രം മഹായുദ്ധം എന്ന് വിളിച്ച, പിന്നീട് ഒന്നാം ലോക മഹായുദ്ധമെന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ മഹാവിപത്തിന്റെ ആദ്യ നാളുകൾ. തങ്ങളുടെ സൈനിക ബലത്തിനും സാമ്രാജ്യത്വ ശക്തിയിലും അമിതമായി വിശ്വസിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം വലിയൊരു ആത്മവിശ്വാസത്തിലായിരുന്നു. ജർമ്മനിയുടെ പടയോട്ടത്തെ വളരെ എളുപ്പത്തിൽ തടഞ്ഞു നിർത്താമെന്ന് ബ്രിട്ടീഷ് ജനതയും ഭരണാധികാരികളും ഉറച്ചു വിശ്വസിച്ചു. ഈ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷ് എക്സ്പെഡിഷണറി ഫോഴ്സ് ഫ്രാൻസിന്റെയും ബെൽജിയത്തിന്റെയും അതിർത്തികളിലേക്ക് മാർച്ച് ചെയ്തത്. എന്നാൽ ബെൽജിയത്തിലെ കൽക്കരി ഖനികൾ നിറഞ്ഞ മോൺസ് എന്ന ചെറുനഗരത്തിൽ അവരെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായൊരു യാഥാർത്ഥ്യമായിരുന്നു. 1914 ഓഗസ്റ്റ് 23 മോൺസ് യുദ്ധഭൂമിയിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യം ജർമ്മൻ പടയുമായി ആദ്യമായി നേർക്കുനേർ ഏറ്റുമുട്ടി. യുദ്ധം തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ബ്രിട്ടീഷുകാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. എണ്ണത്തിലും ആയുധബലത്തിലും തങ്ങളെക്കാൾ എത്രയോ മുകളിലായിരുന്നു ജർമ്മൻ സൈന്യമെന്ന് അവർ തിരിച്ചറിഞ്ഞു. 24 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന ആ ക്രൂരമായ പോരാട്ടത്തിൽ 1638 ബ്രിട്ടീഷ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അത് കേവലം ഒരു യുദ്ധത്തിലെ തോൽവി മാത്രമായിരുന്നില്ല, മറിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ നേരിട്ട ഏറ്റവും ആദ്യത്തെ വലിയ തിരിച്ചടിയായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് അവിടെ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. ഈ വാർത്ത ലണ്ടനിലും ബ്രിട്ടനിലെ മറ്റ് നഗരങ്ങളിലും എത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള നിരാശയും ഭയവും പടർന്നു പിടിച്ചു. തങ്ങളുടെ രാജ്യം തോൽവിയിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതി അവരെ ഗ്രസിച്ചു. യുദ്ധത്തിന്റെ ഭീകരത ജനങ്ങൾ ആദ്യമായി നേരിട്ടറിഞ്ഞ നിമിഷമായിരുന്നു അത്. മനുഷ്യൻ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയും ഭയത്തിലൂടെയും കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും അത്ഭുതങ്ങളിലും മിത്തുകളിലും അഭയം പ്രാപിക്കുന്നത്. മോൺസിലെ പരാജയത്തിന് തൊട്ടു പിന്നാലെ ബ്രിട്ടീഷ് ജനതയുടെ തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമേകാൻ ഒരു പുതിയ കഥ ജന്മമെടുത്തു. മോൺസിലെ മാലാഖമാർ. ഈ ആഗോള മിത്തിന്റെ ജനനം ഒരു യുദ്ധക്കളത്തിലായിരുന്നില്ല, മറിച്ച് ഒരു എഴുത്തുകാരന്റെ പേനത്തുമ്പിലായിരുന്നു. ആർതർ മാച്ചൻ എന്ന വെൽഷ് എഴുത്തുകാരൻ മോൺസിലെ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ വായിച്ച അസ്വസ്ഥനായിരുന്നു. ജനങ്ങൾക്ക് മാനസികമായ കരുത്ത് നൽകുവാൻ അദ്ദേഹം ഒരു ചെറുകഥ എഴുതുവാൻ തീരുമാനിച്ചു. 1914 സെപ്റ്റംബർ 29, അതായത് യുദ്ധം കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം, ലണ്ടനിലെ ദി ഈവനിംഗ് ന്യൂസ് എന്ന പത്രത്തിൽ അദ്ദേഹത്തിന്റെ ദി ബോവുമാൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ കഥ ഇങ്ങനെയായിരുന്നു. മോൺസ് യുദ്ധഭൂമിയിൽ ജർമ്മൻ സൈന്യത്താൽ വളയപ്പെട്ട മരണം മുന്നിൽ കണ്ട ഒരു ബ്രിട്ടീഷ് സൈനികൻ ഇംഗ്ലണ്ടിന്റെ കാവൽ വിശുദ്ധനായ സെന്റ് ജോർജിന്റെ സഹായത്തിനായി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആ നിമിഷം ആകാശത്ത് ഒരത്ഭുതം സംഭവിക്കുന്നു. പ്രകാശിക്കുന്ന രൂപങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും ജർമ്മൻ സൈന്യത്തിന് നേരെ അദൃശ്യമായ അമ്പുകൾ തൊടുക്കുകയും ശത്രുക്കളെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്യുന്നു. മാച്ചൻ ഇത് വെറും ഒരു ഫിക്ഷൻ ആയിട്ടാണ് എഴുതിയത്. പത്രത്തിൽ എവിടെയും ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് പറഞ്ഞിരുന്നില്ല. എന്നാൽ യുദ്ധവാർത്തകൾ കേട്ട് ഭയന്നിരുന്ന ജനങ്ങൾ ഈ കഥയെ ഒരു യഥാർത്ഥ സൈനികന്റെ സാക്ഷ്യപത്രമായി തെറ്റിദ്ധരിച്ചു. കഥ കാട്ടുതീ പോലെ പടർന്നു പിടിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മാച്ചന്റെ കൈവിട്ടു പോയിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും കഥയ്ക്ക് പുതിയ പുതിയ വകഭേദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. യുദ്ധക്കളത്തിൽ മരിച്ചുകിടന്ന ജർമ്മൻ സൈനികരുടെ ശരീരത്തിൽ അമ്പേറ്റ മുറിവുകൾ കണ്ടെത്തി എന്ന രീതിയിലുള്ള കിംവദന്തികളും പരന്നു. കാലക്രമേണ മാച്ചൻ എഴുതിയ വില്ലാളികളുടെ രൂപം മാറി അത് ദൈവത്തിന്റെ കാവൽ മാലാഖമാരായി ചിത്രീകരിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ജനതയുടെ യുദ്ധവീര്യം നിലനിർത്താൻ ഈ കഥ വളരെ വലിയൊരു പങ്കു വഹിച്ചു. തങ്ങളുടെ മക്കൾ യുദ്ധക്കളത്തിൽ മരിക്കുന്നത് വെറുതെയല്ലെന്നും ദൈവം തങ്ങളുടെ പക്ഷത്താണെന്നുമുള്ള വിശ്വാസം ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. ലോകമെമ്പാടുമുള്ള പത്രങ്ങൾ ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകി. കഥയുടെ സൃഷ്ടാവായ
ആർതർ മാച്ചൻ മാത്രമാണ് ഇതിനെതിരെ രംഗത്തു വന്നത്. താൻ എങ്ങനെയാണ് ഈ കഥ എഴുതിയതെന്നും ഇത് വെറും ഭാവനയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം തന്നെ പുറത്തിറക്കി. എന്നാൽ അപ്പോഴേക്കും ബോൺസിലെ മാലാഖമാർ എന്നത് ബ്രിട്ടന്റെ ഒരു ദേശീയ മിത്തായി മാറിക്കഴിഞ്ഞിരുന്നു. മാച്ചന്റെ വെളിപ്പെടുത്തലുകളെ പലരും രാജ്യദ്രോഹം എന്ന രീതിയിലാണ് കണ്ടത്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ മാലാഖമാരുടെ കഥ വെറുമൊരു കിംവദന്തിയല്ലായിരുന്നു, മറിച്ച് ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസ് ആസൂത്രണം ചെയ്ത ഒരു യുദ്ധപ്രചാരണ തന്ത്രമായിരുന്നു. ജനങ്ങളുടെയും സൈനികരുടെയും ആത്മവിശ്വാസം തകരാതിരിക്കുവാൻ മാച്ചന്റെ കഥയെ സൈന്യം ബോധപൂർവം ഉപയോഗിക്കുകയായിരുന്നു. ഈ വാദത്തിന് ബലം നൽകുന്ന ഒരു തെളിവ് ബ്രിഗേഡിയർ ജനറൽ ജോൺ ചാർട്ടറിസ് എന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ഡയറി കുറിപ്പുകളാണ്. 1914 സെപ്റ്റംബറിൽ തന്നെ സൈനികർക്കിടയിൽ മാലാഖമാരുടെ കഥ പ്രചരിക്കുന്നുവെന്ന് അദ്ദേഹം തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ കത്തുകൾ പരിശോധിച്ചപ്പോൾ ഈ കഥയ്ക്ക് കൂടുതൽ വിശ്വാസ്യത നൽകാൻ ചാർട്ടറിസ് ഡയറികളിലെ തീയതികളിൽ തിരുത്തലുകൾ വരുത്തിയതായി കണ്ടെത്തി. യുദ്ധകാലത്ത് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ഇദ്ദേഹം എന്നത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു. മാലാഖമാരുടെ കഥകൾ വർദ്ധിച്ചതോടെ 1915 ലണ്ടനിലെ പ്രശസ്തമായ സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ച് ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി അന്വേഷണം നടത്തി. അമാനുഷിക കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു സംഘടനയായിരുന്നിട്ടുകൂടി അവർ ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കി: മോൺസ് യുദ്ധഭൂമിയിൽ അമാനുഷികമായ എന്തെങ്കിലും സംഭവിച്ചതായി തെളിയിക്കുന്നതായിട്ടുള്ള ഒരു സാക്ഷ്യപത്രവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ കഥകൾക്ക് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല എന്ന് അവർ വ്യക്തമാക്കി. യുദ്ധം അവസാനിച്ചതോടെ ഈ കഥകളെക്കുറിച്ചുള്ള ചർച്ചകൾ പതുക്കെ ഇല്ലാതായി. എന്നാൽ കഥ അവിടെയും തീർന്നിട്ടില്ല. ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം 2001 ദി സൺഡേ ടൈംസ് എന്ന പത്രത്തിൽ വന്ന ഒരു വാർത്ത ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. മോൺസിലെ മാലാഖമാർ യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ഫിലിമുകളും കണ്ടെടുത്തു എന്നതായിരുന്നു ആ വാർത്ത. വില്യം ഡോയിഡ്സ് എന്ന ബ്രിട്ടീഷ് സൈനികന്റെ ഡയറിയും അദ്ദേഹം യുദ്ധക്കളത്തിൽ വെച്ച് ക്യാമറയിൽ പകർത്തിയ മാലാഖമാരുടെ ചിത്രങ്ങളും കണ്ടെത്തിയെന്നായിരുന്നു അവകാശവാദം. ഹോളിവുഡ് വിപണി ഉണർന്നു. പ്രശസ്ത നടൻ മാർലൺ ബ്രാൻഡോയും സംവിധായകൻ ടോണി കെയും ഈ ഡയറിയുടെ അവകാശവാദം വൻ തുകയ്ക്ക് വാങ്ങുവാനും ഇതിനെ ആസ്പദമാക്കി സിനിമ ചെയ്യുവാനും മുന്നോട്ട് വന്നു. പക്ഷേ അധികം വൈകാതെ ആ സത്യം പുറത്തു വന്നു. ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആരോ കെട്ടിച്ചമച്ച കഥയായിരുന്നു അത്. സത്യം അറിഞ്ഞതോടെ ഹോളിവുഡ് താരങ്ങളും ഇതിൽ നിന്ന് പിന്മാറി. ബോൺസിലെ മാലാഖമാരുടെ കഥ യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയുടെ അടയാളമാണ്. ആർതർ മാർച്ചൻ എന്ന എഴുത്തുകാരന്റെ ഒരു ചെറിയ ഭാവന യുദ്ധത്തിന്റെ ക്രൂരതകൾക്കിടയിൽ ഒരു ജനതയ്ക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകിയ വലിയൊരു ദേശീയ ഇതിഹാസമായി മാറുകയായിരുന്നു. യൂട്യൂബിലെ ഡോക്യുമെന്ററികൾക്കും ചരിത്ര ചർച്ചകൾക്കും ഏറ്റവും അനുയോജ്യമായ ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുപോയ ഒരു നിഗൂഢമായ ചരിത്ര അധ്യായമായി ദി ഏഞ്ചൽസ് ഓഫ് മോൺസ് ഇന്നും നിലകൊള്ളുന്നു.